നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. പാലക്കാട് നിയമസഭാ സീറ്റിൽ ആര് ജയിക്കും എന്ന് ജ്യോതിഷപരമായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ പറയാം, ഈ പറഞ്ഞ രാഷ്ട്രീയപരമായിട്ട് 3 സ്ഥാനാർത്ഥികൾക്കും വിജയ സാധ്യതയുണ്ട്. ഒന്നിനൊന്ന് മെച്ചമാണ്. ഓരോ സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയപരമായ സാധ്യത അതൊക്കെ നിങ്ങൾക്കറിയാം, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് ജ്യോതിഷപരമായിട്ട് നമ്മൾ ഇതിനെ വിശകലനം ചെയ്ത് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്, വിജയിക്കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് 2 മുന്നണിക്കാരും ചീത്ത വിളിക്കും. അപ്പോൾ ആദ്യമേ പറയാം, ഇതിനു മുമ്പ് ഞാൻ 3 സീറ്റുകളിലെ ഫലം ഞാൻ പറഞ്ഞുതരും, ജ്യോതിഷപരമായിട്ട് ആർക്കാണ് കൂടുതൽ സാധ്യതയെന്ന്. അപ്പോൾ നേമം സീറ്റിൽ ശ്രീ ശിവൻകുട്ടിക്ക് സാധ്യതയെന്നാണ് ഞാൻ ജ്യോതിഷപരമായിട്ട് പറഞ്ഞത്. അതേസമയം വട്ടിയൂർക്കാവിൽ ശ്രീ കെ മുരളീധരൻ ജയിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് ശ്രീ വി മുരളീധരൻ ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 സീറ്റിലും 3 മുന്നണിയാണ് ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഈ രാഷ്ട്രീയ ചായ്വൊന്നുമില്ലാതെ ജ്യോതിഷം മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ഥാനാർത്ഥിയല്ലേ ജയിക്കത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്നതൊക്കെ ജ്യോതിഷപരമായിട്ട് ഉള്ള കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കണക്കിലെടുക്കുന്നില്ല. തീർച്ചയായിട്ടും വീണ്ടും പറയുന്നു, 3 ജാതി സ്ഥാനാർത്ഥികൾക്കും തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള സാധ്യതയുണ്ട്. ജ്യോതിഷപരമായിട്ട് എങ്ങനെയാണ് സാധ്യതയെന്ന് നമുക്ക് നോക്കാം. പിന്നെ സത്യം വിളിച്ചു പറഞ്ഞ ജ്യോതിഷന് തല്ല് കിട്ടിയ ചരിത്രമൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ തല്ലും ചീത്തവിളിയൊക്കെ ഒഴിവാക്കുക. ജ്യോതിഷപരമായിട്ട് ആര് ഈ പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാവർക്കും ഒരു ജിജ്ഞാസയാണ്, കൗതുകമാണ്. അതിൽ കവിഞ്ഞുള്ള ഒരു ഗൗരവം ഇതിന് കൽപ്പിക്കേണ്ട. കാരണം തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ട് വളരെയധികം ഉന്നതിയിലായിട്ടുള്ള മലയാളികളാണ് നമ്മുടെ നാട്ടിലുള്ളവർ. അവർ ഒരാളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു 9-ാം തീയതി. അപ്പോൾ സംഭവം നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. അപ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളുടെയും പേരൊക്കെ എഴുതി കോളമൊക്കെ വരച്ച് നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചേക്കാം. അപ്പോൾ ശരിക്കും ഈ രാഷ്ട്രീയത്തിൽ മിന്നിത്തിളങ്ങാൻ ശരിക്കും സഹായിക്കുന്ന ഗ്രഹങ്ങളെന്ന് പറയുന്നത് ചൊവ്വയും ശനിയുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചൊവ്വയാണ് ഈ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ചൊവ്വ ഈ 3 സ്ഥാനാർത്ഥികളുടെയും എത്രത്തോളം ശക്തമാണ് എന്നൊന്ന് നോക്കാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ ചൊവ്വ നിൽക്കുന്നത് കർമ്മഭാവത്തിലാണ്, 10-ാം ഭാവത്തിലാണ്, ശക്തമാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രന് 1 പോയിൻ്റ് നമ്മൾ കൊടുക്കുന്നു. ശ്രീ പിഷാരടിയുടെ ചൊവ്വ നിൽക്കുന്നത് നീചരാശിയിലാണെങ്കിലും 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നീചരാശിയിലാണെങ്കിലും 6-ാം ഭാവത്തിലെ ആ അനുകൂലത കൊണ്ട് നമ്മൾ അദ്ദേഹത്തിനും 1 മാർക്ക് കൊടുക്കുന്നു, 1 പോയിൻ്റ് കൊടുക്കുന്നു. ശ്രീ NMR റസാക്കിൻ്റെത് അല്പം കൂടി മെച്ചമാണ്. കാരണം രുചകയോഗത്തോടു കൂടി ചൊവ്വ നിൽക്കുകയാണ്, മേടം രാശിയിൽ സ്വക്ഷേത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മറ്റ് 2 സ്ഥാനാർത്ഥികളെയും കാട്ടിലും ബെറ്ററായിട്ടുള്ള ചൊവ്വ രുചകയോഗത്തോടുകൂടി നിൽക്കുന്നതുകൊണ്ട് NMR റസാക്കിന് ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ 2 പോയിൻ്റ് കൊടുക്കുന്നു. ഞാൻ ജ്യോതിഷമാണേ പറയുന്നത്, അല്ലാതെ രാഷ്ട്രീയം വെച്ചൊന്നുമല്ല പറയുന്നത്.
ശനിയുടെ സ്ഥാനമൊന്ന് നോക്കാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ ശനി നിൽക്കുന്നത് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ ശ്രീമതി ശോഭയ്ക്ക് 1 മാർക്കും കൂടി കിട്ടുന്നു. ശ്രീ പിഷാരടിയുടെ ശനി നിൽക്കുന്ന അഷ്ടമത്തിലാണ്, പ്രതികൂലമായിട്ടാണ്, സ്വക്ഷേത്രമോ ഒന്നുമല്ല. അതുകൂടാതെ ശുക്രൻ്റെ നീചരാശിയിൽ കൂടിയാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ വളരെയധികം ദുർബലമാണ് ശ്രീ പിഷാരടിയുടെ ശനി. അപ്പോൾ 0 മാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ശ്രീ NMR റസാക്കിൻ്റെ ശനി നിൽക്കുന്നത് 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ടാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് 1 മാർക്ക് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ NMR റസാക്കിനെ ശ്രദ്ധിച്ചോളുക, അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് കൂടി വരികയാണ്. പിന്നെ യോഗങ്ങൾ കോടിക്കണക്കിന് യോഗങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഒന്നും നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രന് മിനിമം രീതിയിലുള്ള യോഗങ്ങളേ ഉള്ളൂ. അത്യധികം ശക്തി ഉള്ള യോഗങ്ങളില്ല. രാജയോഗം കൂടാതെ അങ്ങനെയുള്ള ചെറിയ രാജയോഗം പല തരത്തിലുണ്ട്. എന്തായാലും രാജയോഗമുണ്ട്. പക്ഷേ അതിനേക്കാൾ അതിശക്തമായ യോഗങ്ങൾ ജ്യോതിഷത്തിലുണ്ട്. അപ്പോൾ ഈ രാജയോഗം ഉണ്ടായതുകൊണ്ട് ശ്രീമതി ശോഭയ്ക്ക് 1 പോയിൻ്റ് കൂടി ഞങ്ങൾ നൽകുന്നു. ശ്രീ പിഷാരടിക്ക് ശുക്രൻ സ്വക്ഷേത്രമാണ്. ഈ ശുക്രനാണല്ലോ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അതിവിടെ സംഭവം പുള്ളിക്കാരന് മാളവ്യ യോഗത്തോടു കൂടി ശുക്രൻ്റെ സ്വക്ഷേത്രമായ തുലാം രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ 2 മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, ശ്രീ NMR റസാക്കിന് യോഗങ്ങൾ സാഗര തിരമാലകളെ പോലെ ആഞ്ഞടിക്കുകയാണ്. അദ്ദേഹത്തിന് അത്യധികം ഗുണാധിക്യമുള്ള 3 അത്യധികം ഗുണാധിക്യമുള്ള യോഗങ്ങളുണ്ട്. മാളവീയ യോഗമുണ്ട്, രുചക യോഗമുണ്ട്, ഗജകേസരി യോഗമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ NMR റസാക്ക് ജ്യോതിഷപരമായിട്ട് ആദ്യത്തെ 3 റൗണ്ട് കഴിയുമ്പോൾ മുന്നിലെത്തിയിരിക്കുകയാണ് ശ്രീ NMR റസാക്ക്. ശ്രീമതി ശോഭാ സുരേന്ദ്രന് 3 പോയിൻ്റ്, ശ്രീ പിഷാരടിക്ക് 3 പോയിൻ്റ്, ശ്രീ NMR റസാക്കിന് 9 പോയിൻ്റാണ് ഇതുവരെ കിട്ടിയേക്കുന്നത്. പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഓരോന്നോരോന്ന് ഇനിയുമുണ്ട്. ഇനി 1, 2, 3, 4, 5 റൗണ്ട് കൂടിയുണ്ട്. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നോക്കാം. എന്തായാലും ആദ്യത്തെ 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ NMR റസാക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് ജ്യോതിഷപരമായിട്ട്. വീണ്ടും ഞാൻ പറയുന്നു, രാഷ്ട്രീയപരമായി 3 പേർക്കും സാധ്യത തന്നെയാണ്. ഓക്കെ, ലഗ്നാധിപൻ എവിടെ നിൽക്കുന്നു നോക്കാം, ശക്തമാണോ അല്ലയോ എന്നൊക്കെ നോക്കാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ ലഗ്നാധിപൻ സൂര്യനാണ്. അത് അഷ്ടമത്തിലാണ്, പ്രതികൂലമാണ്. അപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രന് 0 മാർക്കേ ആ റൗണ്ടിൽ കിട്ടുന്നുള്ളൂ. ശ്രീ പിഷാരടിയുടെ ലഗ്നാധിപൻ ശുക്രനാണ്. അത് അനുകൂലമാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ 1 മാർക്ക് അദ്ദേഹത്തിന് കൊടുക്കുന്നു. ശ്രീ NMR റസാക്കിൻ്റെ ലഗ്നാധിപൻ ശനിയാണ്. ശനി വന്നിട്ട് 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അവിടെയും NMR റസാക്കിന് 1 പോയിൻ്റ് വീണ്ടും കിട്ടുന്നു. ഓക്കെ, ശ്രീമതി ശോഭാ സുരേന്ദ്രന് ഈ 4ാമത്തെ റൗണ്ടിൽ പോയിൻ്റുകളൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനി ലഗ്നം രാശിഫലം. ഓക്കെ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ്. അതേസമയം ചിങ്ങ ലഗ്നവുമാണ്. ഇത് രണ്ടും രാശിഫലത്തിൽ ഇപ്പോൾ മോശം കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെയും 1 പോയിൻ്റ് കിട്ടുന്നില്ല. ജ്യോതിഷമാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയപരമായിട്ടുള്ളതൊന്നും അല്ല. അപ്പോൾ നമുക്ക് പിഷാരടിയുടെ ഇതൊന്ന് നോക്കാം.
അദ്ദേഹം തുലാം രാശിയുമാണ്. അതെ, തുലാം രാശിയുമാണ്. ലഗ്നം വരുന്നത് കുംഭ ലഗ്നമാണ്. അപ്പോൾ തുലാം രാശി ആയതുകൊണ്ട് നമ്മൾ 2 മാർക്കും, കുംഭ ലഗ്നം ആയതുകൊണ്ട് 1 മാർക്കും കൂടെ ചേർത്ത് 3 പോയിൻ്റ് ശ്രീ പിഷാരടിക്ക് ഈ റൗണ്ടിൽ കിട്ടുന്നു. ശ്രീ NMR റസാക്ക് മകരരാശിയുമാണ്, മകര ലഗ്നവുമാണ്. 2 ഒന്നിനൊന്ന് മെച്ചമാണ്. അവിടെയും NMR റസാക്ക് ടോപ്പിലെത്തിയാണ്. ജ്യോതിഷപരമായിട്ട് ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ജ്യോതിഷത്തിൽ കണ്ടത് മാത്രമാണ് പറയുന്നത്, അല്ലാതെ എന്തെങ്കിലും രാഷ്ട്രീയ ചായ്വോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടോ ഒന്നുമല്ല പറയുന്നത്. ഇതൊരു കൗതുകം, ഒരു ജിജ്ഞാസയ്ക്ക് ഒരു മറുപടി, താൽക്കാലിക പരിഹാരം, ഇത് മാത്രം. അങ്ങനെയുള്ളൊരു ഗൗരവം കണ്ടാൽ മതി. ഇതിനകത്ത് വലിയ ഗൗരവമൊന്നും ദയവ് ചെയ്ത് ആരും കാണരുത്. എന്തായാലും ശ്രീ NMR റസാക്കിൻ്റെ രാശി മകരമാണ്, ലഗ്നവും മകരമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ റൗണ്ടിലും പോയിൻ്റ് കിട്ടുന്നു. അത് 4 പോയിൻ്റാണ് ഞങ്ങൾ നൽകുന്നത്. ഓക്കെ, അപ്പോൾ 5 റൗണ്ട് കഴിഞ്ഞു. ശ്രീമതി ശോഭാ സുരേന്ദ്രന് 3 പോയിൻ്റ് മാത്രമാണ് ഇതുവരെ കിട്ടിയത്. ജ്യോതിഷപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട് അവർക്ക് വിജയിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഓക്കെ, ശ്രീ പിഷാരടിക്ക് 5 റൗണ്ടിൽ നിന്ന് 7 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും പറയുന്നു, രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല, ജ്യോതിഷം മാത്രമാണ് ഞാൻ പറയുന്നത്. ശ്രീ NMR റസാക്കിന് ഈ 5 റൗണ്ട് കഴിയുമ്പോൾ 14 പോയിൻ്റാണ് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും മറ്റ് സ്ഥാനാർത്ഥികളൊന്നും വരുന്നില്ല. ജ്യോതിഷപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട് ഈ 3 പേർക്കും സാധ്യതയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് മഹാദശയും അന്തർദശയും അപഹാരവും ഒക്കെയാണ് നോക്കാനുള്ളത്. അപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രന് ചന്ദ്രൻ്റെ മഹാദശയാണിപ്പോൾ. പക്ഷേ ചന്ദ്രൻ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ ജാതകത്തിൽ അഷ്ടമത്തിലാണ്, പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രതികൂലമാണ് മഹാദശ. അപ്പോൾ ആ സ്റ്റെപ്പിലും ശ്രീമതി ശോഭാ സുരേന്ദ്രന് പോയിൻ്റ് ഒന്നും കൊടുക്കാൻ നിർവാഹമില്ല. മനഃപൂർവ്വം കൊടുക്കാതിരിക്കുന്നതൊന്നുമല്ല, ജ്യോതിഷപരമായിട്ട് നമ്മൾ കാണുന്ന അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. BJP-ക്കാരെ ചീത്ത വിളിക്കരുത്. ഓക്കെ, ശ്രീ പിഷാരടി അദ്ദേഹത്തിൻ്റെ ബുധൻ്റെ മഹാദശയാണ്. ബുധൻ അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിലെ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നെങ്കിലും അത് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. അപ്പോൾ 1 മാർക്ക് എന്തായാലും ഞങ്ങൾ കൊടുക്കുന്നു പിഷാരടിക്ക്. കാര്യം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മഹാദശയാണ്. അത് മാത്രമല്ല, ബുധൻ്റെ മഹാദശ ബുധനൊരു ശുഭഗ്രഹമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ചെയ്യത്തില്ല ഈ ബുധൻ. അപ്പോൾ അദ്ദേഹത്തിന് 1 മാർക്ക് നമ്മൾ ഈ പോയിന്റിൽ, ഈ സ്റ്റെപ്പിൽ കൊടുക്കുന്നു. ശ്രീ NMR റസാക്ക് അദ്ദേഹത്തിന് വ്യാഴ ദശയാണ് നിൽക്കുന്നത്. അതേസമയം വ്യാഴം അവിടെ അത്ര കണ്ട് ലഗ്നത്തിലാണ് നിൽക്കുന്നത് NMR റസാക്കിൻ്റെ വ്യാഴം. അപ്പോൾ മഹാദശ വ്യാഴത്തിൻ്റെ വരുന്നത് അത്ര വലിയ മെച്ചമൊന്നുമല്ല. എങ്കിലും ഗജകേസരി യോഗം അവിടെ രൂപീകരിക്കപ്പെടുന്നു. ലഗ്നത്തിൽ തന്നെ ചന്ദ്രനോടൊപ്പമാണ് വ്യാഴം നിൽക്കുന്നത്. അതിൻ്റെ ഒരു നേട്ടം അദ്ദേഹത്തിന് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അവിടെ ആ സ്റ്റെപ്പിൽ ശ്രീ NMR റസാക്കിന് 1 പോയിൻ്റ് കൂടി കിട്ടുകയാണ്. ഇനി അവസാന റൗണ്ട് അപഹാരം. ഓക്കെ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ അപഹാരം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പ്രതികൂലമായ മഹാദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ്. അതുമാത്രമല്ല, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ ചന്ദ്രനിൽ നിന്ന് 10ാം ഭാവത്തിലാണ് രാഹു വരുന്നത്. അത്ര വലിയ സുഖകരമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഗ്രഹനിലയിൽ
5-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. ഈ രാഹുവിൻ്റെ അപഹാരത്തിന് നമ്മൾ 1 മാർക്ക് കൊടുക്കുന്നു. ഓക്കെ. ശ്രീ പിഷാരടിയുടെ രാഹു എന്ന് പറയുന്നത് രാഹുവിൻ്റെ അപഹാരമാണ്. ബുധ മഹാദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ് അദ്ദേഹത്തിൻ്റെ പിഷാരടിയുടെ. ഓക്കെ, 3 പേർക്കും രാഹുവിൻ്റെ അപഹാരമാണ്. ഓക്കെ, എന്നാലും ഇവിടെ പിഷാരടിക്ക് ബുധ മഹാദശയിൽ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ്റെ മഹാദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ്. രാഹുവിൽ നിന്ന് 10-ാം ഭാവത്തിലാണ്, ബുധനിൽ നിന്ന് 10-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. ലഗ്നത്തിൽ നിന്ന് 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ശ്രീ പിഷാരടിക്ക് 1 മാർക്ക് കൊടുക്കുന്നു. കുറേയൊക്കെ നല്ല ഒരു അപഹാരമാണ്. മഹാദശയും അന്തർദശയും കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം ശ്രീ പിഷാരടിക്ക്. ശ്രീ NMR റസാക്കിന് വ്യാഴത്തിൻ്റെ മഹാദശയാണ്. അവിടെ രാഹുവിൻ്റെ അപഹാരമാണ്. അതിന് അവസാന കാലഘട്ടമാണ്. വ്യാഴ മഹാദശയുടെ അവസാന കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ വ്യാഴ മഹാദശയിൽ രാഹുവിൻ്റെ അപഹാരം. പക്ഷേ വ്യാഴത്തിൽ നിന്ന് 11-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ അത് അനുകൂലമായിട്ടുള്ള അവസ്ഥയും ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴദശയിൽ രാഹുവിൻ്റെ അപഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം പ്രശ്നമൊക്കെ ഉള്ള സമയമാണ്. പക്ഷേ ഇവിടെ രാഹു വ്യാഴത്തിൽ നിന്ന് 11-ാം ഭാവത്തിൽ അപസ്ഥാനത്താണ്. അതുകൊണ്ട് ദോഷങ്ങൾ കുറയും. അതുമാത്രമല്ല, ഗ്രഹനിലയിൽ ഇവിടെ 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ടാണ് ശിഖി അഥവാ കേതു നിൽക്കുന്നത്. അതുകൊണ്ട് ആ അനുകൂലമായിട്ട് നിൽക്കുന്ന ശിഖിയുടെ അഥവാ കേതുവിൻ്റെ ദൃഷ്ടി പതിയുന്ന സർപ്പത്തിൻ്റെ അപഹാരമാണ്. അപ്പോൾ അതും ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അവിടെയും ശ്രീ NMR റസാക്കിന് 1 പോയിൻ്റ് കൊടുത്തേ പറ്റും ജ്യോതിഷപരമായിട്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, തീർച്ചയായിട്ടും ഇത് ജ്യോതിഷപരമായിട്ടുള്ള ഒരു കൗതുക എന്നുള്ള നിലയിൽ കണ്ടാൽ വലിയ ഗൗരവമൊന്നും ഇതിന് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. അതായത് ടോട്ടൽ പോയിൻ്റ് നോക്കിയിട്ട് ആര് വിജയിക്കാൻ സാധ്യതയുണ്ട്. ജ്യോതിഷപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് 3 പേർക്ക് സാധ്യതയാണ്. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഒരാളല്ലേ ജയിക്കൂ. അപ്പോൾ മറ്റ് 2 മുന്നണിക്കാരെന്നെ ചീത്ത വിളിക്കുക തല്ലാനൊന്നും വരരുത്. ഞാൻ ജ്യോതിഷം മാത്രമാണ് പറയുന്നത്. ഇത് 100% ജ്യോതിഷം മാത്രമാണ് പറയുന്നത്. ഇതിൽ ആർക്ക് വിജയം ഉണ്ടാവും എന്ന് നമ്മൾ നോക്കുന്നു. മെയ് 4-ന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അത് ഏത് സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങൾ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്, പെട്ടിയിലിരിക്കുകയാണ്. അത് മെയ് 4-ാം തീയതി നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യം അറിയാമൊക്കെയുള്ളൂ. പക്ഷേ ഇവിടെ ജ്യോതിഷപരമായിട്ട് ഞാനൊരാളുടെ പേര് പറയുമ്പോൾ മറ്റ് 2 സ്ഥാനാർത്ഥികളുടെ ആൾക്കാർ ബഹളം കൂട്ടരുത്, ദയവായി ചീത്ത വിളിക്കരുത്, അല്ലാനും വരരുത്. അപ്പോൾ ആദ്യം നമുക്ക് ശോഭാ സുരേന്ദ്രൻ്റെ പോയിൻ്റ് നോക്കാം. വെറും 4 പോയിൻ്റ് മാത്രമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രന് കിട്ടിയിരിക്കുന്നത്. ജ്യോതിഷപരമായിട്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ട് അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പിഷാരടിയുടെ പോയിൻ്റ് നോക്കാം. 8 പോയിൻ്റ് ശ്രീ പിഷാരടിക്ക് കിട്ടിയിട്ടുണ്ട്. മെച്ചമാണ്, ശോഭാ സുരേന്ദ്രനെ കാട്ടി മെച്ചമാണ്. അപ്പോൾ ഇനി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ദയവേത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും നമ്മളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നും ദയവ് ചെയ്ത് പിന്നെ ഈ നമുക്ക് നമ്മളെ ക്രൂശിക്കരുത്. ജീസസ് എന്നാണല്ലോ എൻ്റെ പേര്. ക്രൂശിക്കരുത്. ശ്രീ NMR റസാക്കിന് പോയിൻ്റ് ഇമ്മിണി കൂടുതലാണ്. ഒരു 1.5 പോയിൻ്റാണ് കിട്ടിയേക്കുന്നത്. 16 പോയിൻ്റ് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് ജ്യോതിഷപരമായിട്ടുള്ള കാര്യമാണ്.
രാഷ്ട്രീയപരമായിട്ട് 3 പേർക്കും തുല്യ സാധ്യതയെന്നാണ് നമ്മളിവിടെ രാഷ്ട്രീയപരമായിട്ട് പറയുന്നത്. പക്ഷേ ജ്യോതിഷപരമായിട്ട് ശ്രീ NMR റസാഖ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. കാരണം അവർക്ക് അദ്ദേഹത്തിന് വ്യാഴ മഹാദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ്, അത് ദശാസന്ധിയാണ്. എന്നാൽ തന്നെയും മറ്റ് 2 പേർക്കും രാഹുവിൻ്റെ അപഹാരം വരുന്നു. ഓക്കെ, കുറച്ച് ബെറ്ററായിട്ടുള്ള രാഹു ഇവിടെ NMR റസാഖിനാണ്. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ജാതകം ഒന്ന് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഗ്രഹനില, അതായത് പറഞ്ഞു വരുമ്പോൾ ഇദ്ദേഹത്തിന് 9 ഗ്രഹങ്ങളിൽ ഏതാണ്ട് 7 ഗ്രഹങ്ങളും അതിശക്തങ്ങളാണ്. 2 ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങളായ വ്യാഴവും ബുധനും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് 7 ഗ്രഹങ്ങൾ അതിശക്തമാണ്. അതായത് ചന്ദ്രനും വ്യാഴവും കൂടി ചേർന്ന് ഗജകസരി യോഗം രൂപീകരിക്കുന്നു. ചൊവ്വ ഇവിടെ സ്വക്ഷേത്ര ബലവാനായിട്ട് മേടം രാശിയിൽ നിൽക്കുന്നു, അനുകൂലമാണ്. അതുപോലെ 6ാം ഭാവത്തിൽ ശനിയുണ്ട്, കേതുവുണ്ട്, അനുകൂലമാണ്. സൂര്യൻ ഇവിടെ ചിങ്ങം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു, ബുധനും കൂടെയുണ്ട്. ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് അതിശക്തമായിട്ട് മാളവീയ യോഗത്തോടു കൂടി നിൽക്കുന്നു. കൂടാതെ സർപ്പം ഇവിടെ 12ാം ഭാവത്തിലാണെങ്കിലും 6ാം ഭാവത്തിൽ കേതുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് സർപ്പവും അനുകൂലമായിട്ടുള്ള ഫലവും ഒക്കെ തരും. അപ്പോൾ ചുരുക്കത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജാതകം ഒന്നൊന്നര ജാതകമാണ്. ശ്രീ ശിവൻകുട്ടിയും ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ നേമത്ത് ജയിക്കുമെന്നാണ് പൊതുവെ 99% പേരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ജ്യോതിഷം ഞാൻ അന്ന് ഇട്ട വീഡിയോയിൽ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ജാതകം വളരെ അതിശക്തമാണെങ്കിലും അതിനേക്കാൾ മെച്ചപ്പെട്ട ജാതകമാണ് ശ്രീ ശിവൻകുട്ടിയുടെ. അതുകൊണ്ടാണ് ഞാൻ ശിവൻകുട്ടി ജയിക്കുമെന്ന് പറഞ്ഞത്. ജ്യോതിഷപരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമല്ല. അതേസമയം ഇവിടെയും എല്ലാവരും ജയസാധ്യത കൽപ്പിക്കുന്ന പ്രത്യേകിച്ച് BJPക്കാരെല്ലാവരും വിജയിക്കുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ശ്രീ ശോഭാ സുരേന്ദ്രൻ്റെ സമയം, ജ്യോതിഷപരമായിട്ടുള്ള സമയം അല്പം മോശമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവർ ജ്യോതിഷപരമായിട്ട് സാധ്യതയില്ലെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവർക്കും NMR റസാഖിനും പിഷാരടിക്കുമൊക്കെ വളരെയധികം ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പിൻബലമുണ്ട്. അവർ രാഷ്ട്രീയപരമായിട്ട് 3 പേർക്കും ജയസാധ്യത തന്നെയാണ്, ഏതാണ്ട് തുല്യമായ സാധ്യത തന്നെയാണ്. ഞാനിവിടെ പറഞ്ഞത് ജ്യോതിഷപരമായിട്ടുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ പറഞ്ഞ ഇതിനൊരു കൗതുകമുള്ളൊരു കാര്യമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 3 സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയപരമായിട്ടുള്ള വിജയസാധ്യതയുണ്ട്. 3 പേർക്കും ഞാൻ വിജയാശംസ നേരുന്നു. ജ്യോതിഷപരമായിട്ട് മുന്നിലെത്തിയിരിക്കുന്നത് ശ്രീ NMR റസാഖ് തന്നെയാണ്. അദ്ദേഹത്തിനെക്കുറിച്ച് ഈ പറഞ്ഞ ദുർബലനായ സ്ഥാനാർത്ഥി എന്നൊക്കെ പലരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ സംഭവം രാഷ്ട്രീയപരമായിട്ട് പോലും ശ്രീ NMR റസാഖിന് വിജയസാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ പോലും കരുതുന്നത്. എന്നാൽ തന്നെയും സംഭവം ഇവിടെ 3 പേർക്കും ശ്രീമതി ശോഭാ സുരേന്ദ്രനും ശ്രീ പിഷാരടിക്കും ശ്രീ NMR റസാഖിനും രാഷ്ട്രീയപരമായിട്ട് തുല്യ വിജയസാധ്യതയാണുള്ളത്. പക്ഷേ ജ്യോതിഷത്തിൻ്റെ കണക്കിൽ നോക്കുമ്പോൾ ശ്രീ NMR റസാഖ് വളരെ വളരെ ഉയർന്നു നിൽക്കുന്നു. അതുകൊണ്ടാണ് ശ്രീ NMR റസാഖിന് ജ്യോതിഷപരമായിട്ട് വിജയസാധ്യതയെന്ന് ഞങ്ങൾ പറയുന്നത്. ദയവേത് ആർക്കും വിഷമം തോന്നേണ്ട കാര്യമില്ല. കാരണം ഇത് ജ്യോതിഷമാണ്. ജ്യോതിഷം എത്രത്തോളം ഫലിക്കും എന്നുള്ളത് ഇപ്പോൾ മെയ് 4 അറിയുള്ളൂ.
എല്ലാവർക്കും ഈ 3 സ്ഥാനാർത്ഥികൾക്കും വിജയ ആശംസ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു ഭരണം, ആര് ജയിച്ചാലും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, ശുഭദിനം.